ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ CSCB ലേൺ വിത്ത് മലയാളം. നമ്മളിന്ന് കോപ്പറേഷനിലെ എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ലോകത്തിലെ സഹകരണ പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായിരുന്നു. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം ഒരു സംസ്ഥാന നയമായി ആരംഭിച്ചു. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് തക്കാവി വായ്പകൾ അഥവാ തക്കാവി ലോൺസിനെ കുറിച്ചാണ്. കർഷകർക്ക് കൃഷി ആവശ്യങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങൾ അതായത് വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങിയവ മൂലം ഉണ്ടായ നാശനഷ്ടങ്ങൾ നികത്തുന്നതിനായി സർക്കാർ കുറഞ്ഞ പലിശയ്ക്ക് നൽകുന്ന വായ്പകളെയാണ് തക്കാവി വായ്പകളെന്ന് പറയുന്നത്. 1883 ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ആക്റ്റും 1884 അഗ്രികൾച്ചറൽ ലോൺ ആക്റ്റും സംയുക്തമായതിനെയാണ് തക്കാവി നിയമങ്ങൾ എന്നു പറയുന്നത്. ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ ഈ നിയമങ്ങൾ പ്രകാരം നൽകുന്ന വായ്പകളെ തക്കാവി വായ്പകളെന്നും വിളിക്കുന്നു. 1889 ബറോഡയിൽ ബിത്തർ ലക്ഷ്മൺ ഖവദേക്കറുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അന്യോനി സഹാരി മണ്ഡലി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ കൂട്ടായ്മയായി കണക്കാക്കുന്നത്. ഫെഡറിക് നിക്കോൾസൺ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ്. 1846 മുതൽ 1936 വരെയായിരുന്നു ജീവിത കാലഘട്ടം. ഇദ്ദേഹത്തെ മദ്രാസ് പ്രവിശ്യയിലെ ICS ഓഫീസർ ആയിരുന്നു. കൂടാതെ മദ്രാസിലെ മത്സ്യമേന്ദ്ര മേഖലയുടെ പിതാവായും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. 1892 മദ്രാസ് ഗവൺമെൻറ്റിൽ അതായത് ലോർഡ് വെൻലോക്ക് വൈസ്രോയി ഉണ്ടായിരുന്ന കാലത്ത് ഇദ്ദേഹത്തെ യൂറോപ്പിലെ സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കാൻ വിട്ടു. 1895 ഫസ്റ്റ് റിപ്പോർട്ടും 1897 രണ്ടാമത്തെ റിപ്പോർട്ടും 2 വോള്യമായി ഇദ്ദേഹം സമർപ്പിച്ചു. ലാസ്റ്റ് 1899 അദ്ദേഹം ഫൈനൽ റിപ്പോർട്ടും സമർപ്പിച്ചു. ഫൈൻഡ് റൈഫൈസൺ എന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വചനമാണ്. ഇന്ത്യയിൽ റൈഫീസൺ മാതൃകയിലുള്ള സഹകരണ സംഘങ്ങൾ തുടങ്ങാൻ ഇദ്ദേഹം ശുപാർശ ചെയ്തു. സഹകരണ സംഘങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് സഹകാരികളെ ഉണ്ടാക്കുക എന്നതും ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയമാണ്. 1901 ബ്രിട്ടീഷ് സർക്കാർ ഗ്രാമീണ കടബാധ്യതയും കാർഷിക വായ്പാ പ്രശ്നങ്ങളും പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ് എഡ്വേർഡ് ലോ കമ്മീഷൻ. 1901 മുതൽ 1904 വരെയായിരുന്നു ഇതിൻ്റെ കാലഘട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കമ്മീഷനാണിത്. 1901 ലോർഡ് കൈസൺ പ്രഭുവാണ് ഈ കമ്മീഷനെ നിയോഗിച്ചത്. എഡ്വേർഡ് ലോ, ഡ്യൂപ്പർനെക്സ്, ഫെഡറിക് നിക്കോൾസൺ എന്നിവർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട് പാസ്സാക്കി. ഡ്യൂപ്പർനെക്സ്, ഫാദർ ഓഫ് വില്ലേജ് ബാങ്ക്സ് ഇൻ ഉത്തർപ്രദേശ്. അദ്ദേഹം 1900 എഴുതിയ ബുക്കാണ് പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്ത് ഇന്ത്യ.